അപ്പോൾ ഈ ഒരു വിശേഷം കണ്ടാലോ നോമ്പിൻ്റെ. അപ്പോൾ ഇതാക്കണം കേട്ടോ. ആദ്യം തന്നെ ഇതാക്കണം കൂവുകൊണ്ട് കുറച്ച് വെള്ളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇക്കാക്ക് എന്നും വേണം ഇങ്ങനത്തെ വെള്ളം. അപ്പോൾ അത് നോമ്പ് തുറക്കുമ്പോൾ കുറച്ച് വെള്ളം ഒരു പാട്ട് അങ്ങനെ ഉണ്ടാക്കി വെക്കും. പിന്നെ ഇതാക്കണം കൂവേറ്റ് തന്നെയാണ് നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ അടുപ്പത്ത് വെച്ചിരിക്കണം. പിന്നെ ഇതാക്കണം കുറച്ച് തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ബീഫിക്ക് കുറച്ച് തേങ്ങ വറുത്തരച്ച് കറി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇതാക്കണം തിളച്ചപ്പോൾ കുറച്ച് സേമിയനൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ കൂവേറ്റ് ഉണ്ടാക്കുമ്പോൾ വേറൊരു ഇതാട്ടോ, ശരീരത്തിന് തന്നെ നല്ലതാണ്. അപ്പോൾ ഏതായാലും അത് ഞാൻ കിടന്ന് തിളക്കുന്നുണ്ട്. പിന്നെ അതാക്കണേ കുറച്ച് തേങ്ങാപ്പാൽ അവിടെ പിഴിഞ്ഞ് വെച്ചിന് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തുക്കണം. പിന്നെ ഇതാക്കണ കുറച്ച് നെയ്യിൽ ഇതാക്കണേ ഉള്ളിയും അതേമാതിരി അണ്ടിപ്പരിപ്പൊക്കെ ഇതാക്കണ തൂമിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതവിടെ റെഡിയായി കിട്ടിക്കണം. പിന്നെ അത് നമ്മളെ കറിക്കില്ല ഇതാക്കണം കേട്ടോ. ഒരു ഉള്ളി അതേമാതിരി ഒരു കിഴങ്ങ് പച്ചമുളക് തക്കാളിയൊക്കെ എടുത്തുക്കണം. അപ്പോൾ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കൂടി കുറച്ച് പിന്നെ ഉള്ളി ഇതൊക്കെ ഇട്ടാലൊരു കറിയാക്കാമല്ലോ, തേങ്ങയൊക്കെ വറുത്തരച്ചങ്ങാട്. അങ്ങനെ ഏതായാലും ഇതാക്കണേ. പിന്നെ അടുപ്പത്ത് ഞാൻ ഇതാക്കണം കേട്ടോ. ബീഫ് അവിടെ വെച്ചിനി. അപ്പോൾ അതൊക്കെ കഴിക്കാണ്ട് ഒഴിച്ച് കൊടുത്തു. ഇതിൽ കുറച്ച് തേങ്ങ വറുത്തരച്ച് പറഞ്ഞാൽ നല്ല അടിപൊളി കറിയായിട്ടോ പത്തിരിക്കൊക്കെ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. നമ്മളെ കറി ഇവിടെ തിളച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് തൂമിച്ചങ്ങാടൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓരോ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് പോകും അല്ലേ. പിന്നെ ഇതാക്കണേ നമ്മൾ കുറച്ച് സമൂസയൊക്കെ ഉണ്ടാക്കിയിനി. അപ്പോൾ മോളവിടെ ചിറ്റി തന്നിട്ടോ സമൂസയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതങ്ങോട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സമൂസയും ഇതാക്കണം അങ്ങനെ പൊരിച്ചെടുത്തുക്കണം. അപ്പോൾ ഇന്നത്തെ നോമ്പ് ഇതെങ്ങനെയൊക്കെയാണ് കേട്ടോ. അൽഹംദുലില്ലാ. പിന്നെ ഇതാക്കണ മാങ്ങയാണ് കേട്ടോ ജ്യൂസ് അടിക്കാണ്ടായിരുന്നത്. അപ്പോൾ അതും മാങ്ങയൊക്കെ പഞ്ചസാരയൊക്കെ ഇട്ടുകാണ്ട് പാലും പറഞ്ഞ് ജ്യൂസ് അടിക്കുന്നുണ്ട്. അപ്പോൾ പുളിയില്ലാത്ത മാങ്ങയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് പാലൊക്കെ പറഞ്ഞാണ് ജ്യൂസ് അടിക്കുന്നത്. പിന്നെ പുളി ഇല്ലാതാച്ചാൽ പിന്നെ നമുക്ക് പാല് പാരാൻ പറ്റൂലല്ലോ. അപ്പോൾ ഏതായാലും ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അൽഹംദുലില്ലാ. അങ്ങനെ അതും കഴിഞ്ഞു. ഇനി അടുത്ത നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക.